ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഷോട്ടിനെ സിനിമാറ്റിക് ആക്കാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ വെച്ച്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യത്തെ കണ്ട ക്ലിപ്പില്ലേ, അതാണ് ഈ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് 6 സ്റ്റെപ്സായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സ്റ്റെപ്പ് മൊത്തം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലായിട്ട് ടൈലാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ലെറ്റർ ബോക്സ് ആഡ് ചെയ്യണം. ഈ ലെറ്റർ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു പാക്ക് ഡൗൺലോഡ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെറ്റർ ബോക്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്കാണ് ഈ സെയിം ക്ലിപ്പ് വെച്ചിട്ടാണ് ആദ്യത്തെ ആ ക്ലിപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ ഇട്ട് ലെറ്റർ ബോക്സ് ആഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ടോപ്പ് ആൻഡ് ബോട്ടം വരെ ഒരു ബാസോളുടെ സാധനം ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യണം. ഈ സാധനം ഡിഫറെൻറ്റ് ടൈപ്പ് ആൻഡ് ഷേപ്സിൽ വരും, പക്ഷേ ഈ വീഡിയോന് ഈ ടൈപ്പ് മതി. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. താഴെ കൊടുത്തിരിക്കുന്ന പാക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് തുടങ്ങാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കളർ ഫിൽറ്റർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കളർ ഫിൽറ്റർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന കളർ ഫിൽറ്റർ ഈ പെർട്ടിക്കുലർ ക്ലിപ്പിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ക്ലിപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കളർ ഫിൽറ്റർ മാറ്റാം. അത് നിങ്ങളുടെ ടൈപ്പ് ഓഫ് വീഡിയോ ഷോട്ട് അനുസരിച്ചാണ് കളർ ഫിൽറ്റർ ആഡ് ചെയ്യേണ്ടത്. കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും മൊബൈൽ ഫോണിൽ വെച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ദ ആൻസർ ഈസ് നമുക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ മൊബൈലിൽ വെച്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നോട്ട് വീഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ വെച്ച് നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഞാനിവിടെ കളർ ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് കളർ ഗ്രേഡ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോന് വേണ്ടി ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ്. ഇപ്പോൾ ഈ ആപ്പ് വെച്ച് കളർ ഗ്രേഡൊക്കെ ചെയ്യാൻ പറ്റും, ബട്ട് ഈ ആപ്പിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ ആപ്പ് അത്രയ്ക്ക് റെസ്പോൺസീവ് അല്ല ചില സമയത്ത്. പിന്നെ അത് വാട്ടർമാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും വാട്ടർമാർക്ക് മാറ്റാൻ വേണ്ടി പെയ്ഡ് സർവീസ് എല്ലാം ഉണ്ടാവില്ലേ? പെയ്ഡ് സർവീസൊക്കെ ഉണ്ട്, ബട്ട് ഈ പെയ്ഡ് സർവീസ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇത് വൺ ടൈം പേയ്മെൻ്റ് അല്ല, മന്ത്ലി പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാമല്ലോ എൻ്റെ പ്രൈസിങ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പ് റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പം നിങ്ങൾക്ക് വെറുതെ ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇനി നമ്മൾക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ലോ ഡൗൺ ദ ഷോട്ട്. ഇത് ഈ ടൈപ്പ് ഷോട്ട്സിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആക്ഷൻ സ്പോർട്സിനുള്ള ടൈപ്പുള്ള ഷോട്ടിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അതെൻ്റെ പ്രിഫറൻസ് ആണ്. നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ എഡിറ്റ് ചെയ്തോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഷോട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കാം. അപ്പം നമ്മൾ ഈ ഷോട്ടിൻ്റെ സ്പീഡ് കുറച്ചു. ഈ സ്റ്റെപ്പിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോവാം. നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മ്യൂസിക് ആഡ് ചെയ്യുക. ഞാനിവിടെ ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞ മ്യൂസിക്കാണ് ആഡ് ചെയ്തു. പിന്നെ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന മ്യൂസിക് എപ്പോഴും നമ്മുടെ ക്ലിപ്പിൻ്റെ കാട്ടിയും കുഞ്ഞിതായിരിക്കണം. ഈ ക്ലിപ്പ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 20 സെക്കൻഡാണ്, ബട്ട് 0.5 സ്പീഡാക്കിയതായിരുന്നു. ഇപ്പോൾ 40 സെക്കൻഡ്സായി. ഞാൻ എടുക്കുന്ന മ്യൂസിക് 17 സെക്കൻഡ്സാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല. ബട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യണ്ട കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. റീസൺ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി കൂടി എളുപ്പമുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. ഫസ്റ്റ് ക്ലിപ്സ് എടുക്കുക, അപ്പോൾ ഇച്ചിരി ലെങ്ത്ത് കൂട്ടിയെടുക്കുക. അതിനുശേഷം മ്യൂസിക് അനുസരിച്ച് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഈ മറ്റേ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്താലും മതി. അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ ആദ്യമായിട്ട് തന്നെ മ്യൂസിക് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ക്ലിപ്പായിട്ടാണ് ഇവിടെ എടുക്കണം. അപ്പം മ്യൂസിക് ആദ്യം ആഡ് ചെയ്യണമെന്നോ ലാസ്റ്റ് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, എവിടെയാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മിണ്ടണ കാരണമായിട്ട് മ്യൂസിക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് ട്രാൻസിഷൻ ആഡ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ബ്ലാക്ക് കളറിൽ നിന്ന് ഫെയ്ഡായിട്ട് വീഡിയോ ഇട്ടെന്ന് എന്നുവെച്ചാൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വീഡിയോന്ന് ഫെയ്ഡായിട്ട് ബ്ലാക്ക് കളറിലോട്ട് പോയി. അതിനാണ് ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ചിലർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും ഈ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് ട്രാൻസിഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന്. വേണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിച്ചത് എങ്ങനെയാണ് ചെയ്യണമെന്ന്.
ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ലെയർ എടുക്കുക, അതിൽ മീഡിയ എടുക്കുക, അതിൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, അതിൽ ബ്ലാക്ക് എടുക്കുക. അതിനുശേഷം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിനെ ബാക്കിൽ കൊണ്ടുപോയി വയ്ക്കുക അറ്റത്ത്. അത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, ലാസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും മതി. ഇനി നമ്മളെടുത്ത ആ ലെയറിനെ സ്ട്രെച്ച് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കുക. അതിനുശേഷം നമ്മൾക്ക് വീഡിയോയിൽ കറക്റ്റാണ് തോന്നുന്ന രീതി നമ്മൾക്ക് അതിനെ ട്രിം ചെയ്ത് ഇഷ്ടമുള്ള ലെങ്തിലാക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്തിട്ട് ഔട്ട് ആനിമേഷൻ എടുത്തിട്ട് ഫെയ്ഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 1 സെക്കൻഡ് വരെയും പോകുള്ളൂ, അപ്പോൾ 1 സെക്കൻഡ് മൊത്തം വയ്ക്കുകയാണ്. അതിന് ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കോ. അതുപോലെ ഫെയ്ഡ് ഇൻ ട്രാൻസിഷൻ കിട്ടും. ഇനി അവസാനത്തെ അതുപോലെ ഈ സെയിം പ്രോസസ്സ് തന്നെ ഫുൾ സ്ക്രീൻ ആക്കി. അതിനുശേഷം ഇതിൽ ഇന്നാനിമേഷനാണ് ചെയ്യേണ്ടത്. അതിലായിട്ട് ഫെയ്ഡ് എടുക്കുക. ഇവിടെ 1 സെക്കൻഡ് തന്നെ എടുക്കണം, യൂണിഫോം ആയിരിക്കാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇപ്പോൾ ഇത് ട്രിം ചെയ്യണില്ല കേട്ടോ, എന്ന് വെച്ചാൽ അവസാനതായതുകൊണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നിങ്ങൾക്ക് വേറെ രീതി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തോ, അത് നിങ്ങളുടെ പ്രിഫറൻസ്. മിക്ക എഡിറ്റിംഗ് ആപ്പിലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, ലൈക്ക് ലെയർ ആൻഡ് ആനിമേഷൻ. ഈ സ്റ്റെപ്പിൽ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. 6th സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പോർട്ടിൻ്റെ പാർട്ടായിട്ട് വന്നത്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 24 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 29.976 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അത് റൗണ്ട് അപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും 23.98 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആയിട്ട് വരും. അതാണ് ഇപ്പോഴത്തെ HD സ്റ്റാൻഡേർഡ് വീഡിയോയുടെ. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മൂവീസ് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സിനിമാറ്റിക് ഒരു ലുക്ക് കിട്ടും, അതിനുവേണ്ടിയാണ്. ഇപ്പോഴത്തെ മിക്ക എഡിറ്റിംഗ് ആപ്പിലും ഈ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ചെയ്യണമെങ്കിൽ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം എക്സ്പോർട്ട് ചെയ്യേണ്ട. ആദ്യം തന്നെ ഫിനിഷിൻ്റെ ബട്ടൺ നിൽക്കുക. അത് ഫിനിഷെന്ന് വായിക്കാൻ എനിക്കറിയില്ല കേട്ടോ. അത് നിൽക്കിയതിന് ശേഷം 1080p വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം 24 ഫ്രെയിം സിനിമ എഴുതിയിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് പിടിച്ചേക്കുക. അപ്പോൾ എക്സ്പോർട്ട് ആവും. ഞാൻ എക്സ്പോർട്ട് ചെയ്യണ കാണിക്കുകയല്ല, ബിക്കോസ് ഞാനിത് ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഞാനിനി നോട്ട് വീഡിയോയിൽ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അതിനുശേഷം ആപ്പ് തുറക്കുക. അതിനുശേഷം ഞാനിപ്പോൾ പ്രൊമോഡ് എടുത്തേക്കണം. അതിനുശേഷം ന്യൂയിൽ പിടിച്ചേക്കുക. അപ്പോൾ ന്യൂവിന് ശേഷം അവിടെ റെഡ് ബട്ടണിൽ പിടിച്ചേക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഫയൽസ് എല്ലാം എടുക്കാം. അവിടെ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമനുസരണം എഡിറ്റ് ചെയ്യാം. കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിനുശേഷം എക്സ്പോർട്ട് പിടിച്ചേക്കാം. റൂട്ടിനെ പിടിച്ചതിന് ശേഷം അതിലായിട്ട് 1080p സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫ്രെയിം റേറ്റ് 24 ആക്കുന്നു. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് എക്സ്പോർട്ട് പിടിച്ചേക്കാം. അത് ആ ഗ്രീൻ കളർ ബട്ടണാണ് അവിടെയുള്ള. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അത്രയൊക്കെ ഉള്ളൂ ഈ നോട്ട് വീഡിയോയുടെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്ലിപ്പ് സിനിമാറ്റിക്കായിട്ട് മൊബൈൽ ഫോൺ വെച്ച് എഡിറ്റ് ചെയ്യുന്നത് പഠിച്ചല്ലോ. ഇനി ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷോട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എത്ര എളുപ്പമായിട്ട് നിങ്ങളുടെ ഫോണിൽ വെച്ച് തന്നെ നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ ലാസ്റ്റ് ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇച്ചിരി സ്ലൈറ്റ് വ്യത്യാസമുണ്ട്. ഭയങ്കര മൈന്യൂട്ടാണ്, മനസ്സിലാവാൻ പാടാണ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇച്ചിരി കൂടി സൂംഡ് ഇൻ ആണ്. പിന്നെ ഓഡിയോക്ക് ഞാൻ ഫെയ്ഡ് ഔട്ട് ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. അത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതെ ഇരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.